നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു ലൈംഗിക വീഴ്ച ചെയ്ത് പണം സമ്പാദിക്കുകയാണെങ്കിൽ അതൊരു കുറ്റകരമായ കാര്യമല്ല. അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയോ ഹരാസ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്നാണ് പരാമർശം. അപ്പോൾ അതേപോലെ തന്നെ മറ്റ് 2-3 കാര്യങ്ങൾ പറയുകയുണ്ടായി. സെക്സ് റാക്കറ്റിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ്. അതേപോലെ തന്നെ വേശ്യാലയം നടത്തുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. പക്ഷെ ആരോഗ്യമുള്ള സ്ത്രീ, അവർക്ക് തിരിച്ചറിവുള്ള ഒരു സ്ത്രീ അത്തരത്തിൽ പോവുകയാണെങ്കിൽ തെറ്റല്ല എന്നാണ് സുപ്രീം കോടതിയിൽ നിന്നൊരു ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ഉണ്ടായത്. കൊല്ലത്തെ തന്നെ സീനിയർ അഭിഭാഷകനായ അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത്തരത്തിലൊരു പരാമർശം ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ, അതോ നല്ല ഒരു കാര്യമാണോ, അതോ ഇവരെ ചൂഷണം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് അങ്ങയുടെ വിലയേറിയ ഒരു അഭിപ്രായം ഒന്ന് പറയാം. എൻ്റെ അഭിപ്രായം, ഈ സുപ്രീം കോടതി പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അപ്പോൾ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഇടപെട്ടത് നമ്മുടെ ഗവൺമെന്റുകളാണ്. അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അവരെ ഇതൊന്നും പിന്തിരിപ്പിക്കുന്നത് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. സുപ്രീം കോടതി അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇതിനു വേണ്ടി ഈ വ്യഭിചാരം നടത്തിയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞവരെ പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു ജോലി ചെയ്യിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ സ്ത്രീകൾക്ക് ഇന്നതിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് തൊഴിൽ സർക്കാർ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവർക്ക് വരുമാനം ഉണ്ടാവാനുള്ള വേറെ സ്രോതസ്സുകൾ ഉണ്ടാക്കി ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിന് പോകത്തില്ല. അതാണ് പൊതുമതി. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് കുറച്ച് കുറയാൻ പറ്റുമെന്നുള്ള ഗവൺമെന്റാണ് ഇടപെടേണ്ടത്. ഓരോ സ്റ്റേറ്റിലും സർക്കാരുകൾ ഈ ഒരു കാര്യത്തിന് വ്യക്തമായിട്ട് ഇടപെട്ട് അവർക്ക് തൊഴിൽ മാർഗം കണ്ടെത്തി കൊടുക്കും. അതാണ് അങ്ങനെ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒരു അഭിഭാഷക എന്ന നിലയിലും ഒരു വനിത എന്ന നിലയിലും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു സ്ത്രീയായാലും പുരുഷനായാലും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതായത് അവർക്ക് ചിലപ്പോൾ അത് പക്ഷേ അവരുടെ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് തികച്ചും വ്യക്തിപരമാണ്. അതല്ലാതെ അതൊരു സ്ഥാപനം പോലെ നടത്തുകയോ അങ്ങനെ യാതൊന്നും അല്ലാത്തിടത്തോളം കാലം 2 വ്യക്തികളുടെ സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക താല്പര്യങ്ങൾ ചിലപ്പോൾ അവരൊരു പക്ഷേ അത് പണം പറ്റിയിട്ടായിരിക്കാം ചെയ്യുന്നത്. അത്തരത്തിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനോപാധി എന്നുള്ള നിലയിലായിരിക്കാം. പക്ഷെ അതൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് കുറ്റകൃത്യം തന്നെയാണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിന്റെ അങ്ങനെ പരാമർശം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇത്തരം കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ സ്റ്റേഷനിൽ നിന്ന് പുരുഷ പോലീസുകാരിൽ നിന്നും ഒരുപാട് ഹരാസ്മെന്റുകൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടായതായിട്ട് സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് അത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെ? അതെ, തീർച്ചയായിട്ടും. അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയോ അതിന്റെ പേരിൽ അവർ അപമാനിക്കപ്പെടുകയോ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തോടും സ്ത്രീത്വത്തോടും ഉള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഞാനിപ്പോ നിരവധി ഈ റിട്ടയർഡ് ആയിട്ടുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചു. ഏതാണ്ട് ഒരു 10ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഞാൻ സമീപിച്ചത്. അവരാരും തന്നെ എൻ്റെ അടുത്ത് ഈ മൈക്കിന് മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു 10-25 വർഷം മാഡം ഇതണക്ക് അഡ്വക്കേറ്റ് ആയിട്ട്, അപ്പൊ അതണക്ക് ജോലി ചെയ്യുമ്പോൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് സ്ഥിരം വനിതകൾ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം ഒരു കോടതി വ്യവഹാരമായിട്ട് ഒരുപാട് സ്ത്രീകൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഈ വനിതാ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ എന്തായിരിക്കും നമ്മളോടത്ത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്? പൊതുവെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും അത്തരം വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിൽ പോലും മനുഷ്യരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതികരണങ്ങളെ ഭയന്നായിരിക്കാം. ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തൊഴിലിന്റെ ഭാഗമായി എല്ലാത്തരം വിഷയങ്ങളും കൈകാര്യം ചെയ്യാറുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തോട് പ്രത്യേകിച്ച് ഒരു ഹെസിറ്റേഷൻ കാണിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വ്യക്തമായ ഒരു അഭിപ്രായം പറയുന്നത്. ഞാൻ തന്നെ പബ്ലിക്കിന്റെ ഇടയ്ക്ക് പൊതുജനങ്ങളായ സ്ത്രീകളും പുരുഷന്മാരെയും സമീപിച്ചു കഴിഞ്ഞാൽ അവരെനിക്ക് മറുപടി തരും. പക്ഷെ അത്തരം ഒരു മറുപടിയേക്കായി കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അഭിഭാഷകരുടെയും ഈ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചത്. പക്ഷെ എനിക്ക് നിരാശ എന്ന് പറഞ്ഞാൽ അവരാരും തന്നെ എന്നോട് സമീപിച്ചില്ല. ഇവിടെ വന്ന് ഞാൻ നിരവധി അഭിഭാഷകരെടുത്തും ഞാൻ വിളിച്ചു ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ. പലരും അതിന് വിമുഖത കാണിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് എന്നോട് ഒരു 2 വാക്ക് സംസാരിച്ചെങ്കിലും അത് ആ വിഷയത്തെക്കുറിച്ച് അത് ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ സ്ത്രീകൾക്ക് ആ തൊഴിലിന് വേണ്ടി ഇറങ്ങുക എന്നല്ല, ആ തൊഴിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അതിൽ പെട്ട് കഴിയുമ്പോൾ അതിൽ ചൂഷണം ചെയ്യാൻ അവരെ ഉപദ്രവിക്കുകയും അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണല്ലോ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും. അതായത്
സാഹചര്യവശാൽ അത്തരം ഒരു സന്ദർഭത്തിൽ ഇടപെടേണ്ടി വന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അവരവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ആ ഒരു ലേബലിൽ മുദ്ര കുത്തപ്പെടുക, അതിന്റെ പേരിൽ അവർ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുക, ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പരിധിക്ക് വരെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം സഹായകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നുണ്ടായ ഇത്തരത്തിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു പരാമർശം ഇത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം പ്രായപൂർത്തിയായവർ അവർ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു സുരക്ഷിതത്വവും അവർക്കൊരു അഭിമാനത്വം അവരെ അപമാനപ്പെടുത്തി അവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നോ നിയമപാലകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാതിരിക്കാൻ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയായിട്ട് തന്നെ അത്തരം സാഹചര്യം നിർഭാഗ്യവശാൽ ആരും അത്തരം സാഹചര്യങ്ങൾ എത്തിപ്പെടാതിരിക്കട്ടെ. അവർക്ക് മാന്യമായിട്ടുള്ള എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതകളും അന്തസ്സുമുണ്ട്. പക്ഷെ അത്തരം ഒരു ജോലിയിൽ ഏർപ്പെട്ടാലും അവർക്ക് ഉപദ്രവങ്ങളും ഈ ഹരാസ്മെന്റുകളും നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമപരമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. മലയാളി വാർത്ത, രാംഭദ്രൻ.